അവന്റെ യാത്രകൾക്ക് ശേഷം തൊഴിലിടങ്ങളിൽ നിന്ന് മടങ്ങുമ്പോൾ അവന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ നിർവഹിച്ച് തിരിച്ചു വരുമ്പോൾ ശാന്തിയോടെ സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുന്ന ഇടങ്ങളാകണം എന്നുള്ളത് തന്നെയാണ് താൽപര്യം. അങ്ങനെയുള്ളൊരു കേന്ദ്രം അള്ളാഹു ഒരുക്കിത്തന്നു എന്നത് അള്ളാഹു വലിയൊരു അനുഗ്രഹമായി മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. വ്യത്യസ്തമായ ജീവജാലങ്ങളുടെ തോലുകളിൽ നിന്ന് പാർപ്പിടങ്ങൾ സൃഷ്ടിക്കുവാനുള്ള, നിർമ്മിക്കുവാനുള്ള അത്തരത്തിലുള്ള കഴിവുകളെക്കുറിച്ച്, മനുഷ്യന് നൽകിയിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച്, അതൊക്കെ ഒരു പരിധിവരെ മനുഷ്യന് ഉപയോഗിക്കാൻ സാധ്യമാകുന്നതിനെക്കുറിച്ചൊക്കെ അല്ലാഹു പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്, അല്ലാഹു നൽകുന്ന ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ വീടുകൾ ഉണ്ടാക്കുമ്പോഴും വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ എത്രമാത്രം പാലിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായി വീട് എന്നൊരാശയം, വീട് എന്നൊരു ലക്ഷ്യം മനുഷ്യന്റെ മനസ്സിലേക്ക് വരുമ്പോൾ മുതൽ തന്നെ അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പാലിച്ചുകൊണ്ടുള്ളതാകണമെന്നുള്ളൊരു നിശ്ചയം, അത്തരത്തിലുള്ളൊരു ഉറച്ച തീരുമാനം ആദ്യമായി ഉണ്ടാകണം. അതിനേറ്റവും പ്രധാനമായി വേണ്ടത് ഹറാമായ ഒരു സമ്പാദ്യവും എന്റെ ഈ വീട്ടിലുണ്ടാവുകയില്ല. ഏതെങ്കിലും ആളുകളെ പറ്റിച്ചതോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിരക്ക് ചതിച്ചതോ വഞ്ചിച്ചതോ ആയ ഹറാമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജോലികളിലൂടെ, സമ്പാദ്യങ്ങളിലൂടെ ഒരു വീട് ഞാൻ ഉണ്ടാക്കുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കുണ്ടാകണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ സമാധാനം നമ്മുടെ വീടുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാനേ പാടില്ല. സമാധാനം നൽകേണ്ടത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവന്റെ വീടിന്റെ അടിത്തറകൾ പാകിയിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ അവൻ ആ വീടിന് വേണ്ട സ്ഥലം അവൻ എടുത്തിട്ടുള്ളത് എങ്കിൽ ഒരിക്കലും അല്ലാഹുവിങ്കൽ നിന്ന് ആ സമാധാനം നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അതുകൊണ്ട് ഹറാമായിട്ടുള്ള ഏതെങ്കിലും ഒരു നിലക്കുള്ള സമ്പാദ്യവും എന്റെ വീട്ടിലുണ്ടാവുകയില്ല, എന്റെ ഭവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ടാവുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വീടിനു വേണ്ടി അനുയോജ്യമായ സ്ഥലങ്ങളും സൗകര്യങ്ങളും നോക്കിക്കൊണ്ടാകണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. യാത്രാ സൗകര്യങ്ങൾ, അതേപോലെ തന്നെ തൊട്ടടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പലരും നോക്കാറുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായി അടുത്ത് തന്നെ പള്ളികൾ ലഭ്യമാകുന്ന, മദ്രസകൾ ലഭ്യമാകുന്ന ആ തരത്തിലുള്ള നല്ല ഉദ്ദേശങ്ങളും അതിന്റെ പിന്നിൽ ഉണ്ടാകണമെന്നുള്ളത് പ്രത്യേകമായി തന്നെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് അവനവന്റെ ആവശ്യത്തിനുള്ളതാണ് അവൻ വീടായിക്കൊണ്ടവൻ തിരഞ്ഞെടുക്കേണ്ടത്. മറ്റുള്ള ആളുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു, മറ്റുള്ള ആളുകളുടെ വീടുകൾ എങ്ങനെ, അവരൊക്കെ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും അങ്ങനെയുള്ളത് വേണമെന്നല്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, ആ ആവശ്യത്തിനനുസരിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങൾ, റൂമുകൾ, അതേപോലെയുള്ള മറ്റു കാര്യങ്ങൾ അതിൽ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു നിലക്കുമുള്ള കാര്യങ്ങളും നമ്മുടെ വീടുകളുമായി ബന്ധപ്പെടുത്താൻ പാടില്ല, ജീവിതവുമായി നമ്മൾ ബന്ധപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യാറുള്ള ഒരു കാര്യം എന്താണ്? ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കുറച്ച് സ്ഥലം വാങ്ങും. ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷനും മറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് അതിന്റെ ആധാരം കൊണ്ടുപോയി വെച്ച് വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ. ലക്ഷക്കണക്കിന് രൂപയാണ് ആ മാർഗത്തിൽ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ കൊണ്ടുപോകുന്നത്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? അയാൾ ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ വീടും ആ സ്ഥലവുമടക്കം ജപ്തി ചെയ്തു പോകുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ ആളുകൾ നമുക്കങ്ങനെ പരിചയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ഒരിക്കലും തന്നെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ അവർക്കൊരു ബർക്കത്തുണ്ടാവുകയില്ല, ഒരു തരത്തിലുമുള്ള വർധനവുണ്ടാവുകയില്ല. പലിശ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി തന്നെ നിരോധിച്ചിട്ടുള്ള കാര്യമാണെന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ഭവനങ്ങൾ എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമായ നിലക്കാകണം. പലപ്പോഴും വീടുണ്ടാക്കുക എന്നുള്ളത് ഒരാളുടെ വലിയൊരു സ്വപ്നവും. അപ്പൊ പലതരത്തിലുമുള്ള ഉപദേശകന്മാർ, അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ പലപ്പോഴും കടന്നു വരും. ഒരു വീടല്ലേ,
നമ്മൾ ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് അതിന്റെ കുറ്റിയടിക്കൽ കർമ്മങ്ങൾ മുതൽ തന്നെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു വരുന്ന ചില ഉപദേശകന്മാരുണ്ട്. അതൊക്കെ ഒരു വലിയ ചടങ്ങുകളാക്കി നടത്തി, ഒരാഘോഷമാക്കി നടത്തി, പലപ്പോഴും അതിൽ അന്ധവിശ്വാസങ്ങളുടെ പലതരത്തിലുമുള്ള കാര്യങ്ങൾ വരാൻ എന്നാ വരുന്നത്. അതിനറിയുന്നൊരു എഞ്ചിനീയർ വേണം, അതിന് വേണ്ട പണിക്കാർ വേണം, നമ്മളെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവണം, ആ നിലക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറ്റിയടിക്കാൻ പ്രത്യേകമായ ചില പേരുകൾ വിളിക്കപ്പെടുന്ന ആളുകൾ അവർ വരണം. തങ്ങന്മാരുണ്ടാകണം, ഉസ്താദുമാരുണ്ടാകണം, മൂല്യന്മാരുണ്ടാകണം, അതേപോലെ തന്നെ ആശാരി ഉണ്ടാകണം എന്നൊക്കെയുള്ള ചില നിബന്ധനകൾ അതിൽ കൊണ്ടുവരാൻ പ്രത്യേകമായ ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എപ്പോഴും നിരീശ്വരവാദമൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഒരാള് അയാളുടെ വീടിന്റെ ഒരു സംഭവം അയാൾ ഇങ്ങനെ വിശദീകരിക്കാൻ. എന്നിട്ട് അയാൾ പറയും, ഞാൻ നിരീശ്വരവാദിയാണ്, പക്ഷേ ഒരു വീടുണ്ടാക്കല്ലേ, അപ്പൊ എല്ലാവരും അനുഗ്രഹം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് എല്ലാ മതത്തിലും പെട്ട ഓരോ കാര്യപ്പെട്ട ആളുകൾ അവിടെ കൊടുന്നു എന്നുള്ളതാണ്. അത് ഒരു അന്ധവിശ്വാസി, ഒരു നിരീശ്വരവാദി പോലും അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് കടന്നു വരുന്നൊരു മേഖലയാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കണം. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും അവന്റെ ബർക്കത്തും തേടിക്കൊണ്ട് സകലമാന അന്ധവിശ്വാസങ്ങളിൽ നിന്നും മുക്തമായ നിലക്ക് നമ്മുടെ ഭവനങ്ങൾ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ പലപ്പോഴും കടന്നു വരുന്നൊരു ചർച്ചയാണല്ലോ കന്നിമൂലയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ആലോചിച്ചു, എത്രമാത്രം വികലമായ വാദങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. പല ആളുകളും അതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ഇസ്ലാമികമായ അതിന്റെ മാനങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. അപ്പൊ പലപ്പോഴും വരുന്നൊരു കാര്യം, വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെയാണ് നമ്മുടെ നാടുകളിൽ സാധാരണയായി കന്നിമൂല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് വാസ്തുശാസ്ത്രപ്രകാരം ഹൈന്ദവ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി തന്നെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. ഒരു സ്ഥലത്തിന് 8 ദിക്കുകൾ ഉണ്ടാകുന്നുള്ളതാണ്. ആ 8 ദിക്കുകൾക്കും കാവൽക്കാരായി നിൽക്കുന്ന ഓരോ ദേവന്മാരുണ്ടാകുന്നുള്ളതാണ്. ആ ദേവന്മാരുടെ തൃപ്തിയും പ്രീതിയും അനുസരിച്ചുകൊണ്ട് ആ ദേവന്മാർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ആ മൂലയിൽ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിന് വിപരീതമായിക്കൊണ്ട് വല്ല നിലക്കും അവിടെ കക്കൂസുകൾ ഉണ്ടാക്കുക, കുളിമുറി ഉണ്ടാക്കുക, കിണറുണ്ടാക്കുക, വീട് നിർമ്മാണത്തിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ആ ദേവന് പറ്റുന്ന അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന അവരുടെ വിശ്വാസപ്രകാരം അവർ കൽപ്പിക്കുന്ന വിശ്വാസത്തിനടിസ്ഥാനത്തിലുള്ള ആളുകൾക്ക് പറ്റിയതല്ല എങ്കിൽ അവിടെ ശാരീരികമായി, സാമ്പത്തികമായി, ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അതുമൂലമുണ്ടാകുന്നുള്ളതാണ്. അല്ലെ, അത് ഹൈന്ദവാചാരപ്രകാരം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവർ സംവിധാനിക്കുന്ന ഒരു കാര്യമാണത്. ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്കോ ആ നിലക്കുള്ള ചിന്തകളിലേക്കോ കടന്നു പോകാൻ പാടില്ല. നമുക്കറിയാം, ഒരു വീടുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിന് കാറ്റ് വരാനും വെളിച്ചം വരാനും അതേപോലെ തന്നെ ഓരോ പ്രദേശങ്ങൾക്കുമുള്ള പ്രത്യേകമായ കാലാവസ്ഥകൾ അനുസരിച്ചുകൊണ്ട്, മഴയനുസരിച്ചുകൊണ്ട്, വെയിലനുസരിച്ചുകൊണ്ടൊക്കെ വീട് നിർമ്മാണത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയുന്ന അതിന്റെ എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയൊക്കെ ചെയ്യണം. എന്നാൽ അവിടെ അന്ധവിശ്വാസത്തിന്റെ ഒരു മേഖല ഇന്ന് കടന്നു വരികയാണ്. ഇവിടെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈന്ദവാചാരപ്രകാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നെങ്കിൽ, വാസ്തുശാസ്ത്രം അവിടെ കൊണ്ടുവരുന്നുവെങ്കിൽ അതിന് അറബി പേരുകളിട്ടുകൊണ്ട് അതിന് പ്രത്യേകമായ ചില നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പണ്ഡിത വേഷധാരികളായ ആളുകൾ കടന്നു വരികയും പലപ്പോഴും വലിയ നഷ്ടങ്ങൾ പോലും ഉണ്ടാവുകയാണ്. അവിടെ നിങ്ങൾ ആ കക്കൂസ് ഉണ്ടാക്കിയത് ശരിയായില്ല, ആ കുളിമുറി ഇന്ന ഭാഗത്തല്ല വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയ വീടുകളുടെ പല ഭാഗങ്ങളും പൊളിച്ചു മാറ്റാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. നമ്മുടെ പല സുഹൃത്തുക്കളും ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. വീടൊക്കെ ഉണ്ടാക്കി കുടിരിക്കലൊക്കെ കഴിഞ്ഞു. അപ്പൊ ഒരു ഉസ്താദ് അവിടെ വന്നു. ഉസ്താദ് പറയണത്, അല്ലാ ഇവിടെയാണ് കക്കൂസ് ഉണ്ടാക്കിക്കണം, അത് ശരിയാവില്ല, അപ്പുറത്ത് കാക്കണം, ഇല്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നവും അല്ലേ, ഉടനെ തന്നെ അത് പൊളിക്കാണ്, അങ്ങോട്ട് മാറ്റിയാണ്. ഈ നിലക്ക് ആളുകളെ പറ്റിച്ച്, ആളുകളെ വഞ്ചിച്ച്, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് സാമ്പത്തികമായും അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് സമയനഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്ന ഇത്തരം വിശ്വാസങ്ങളുമായി ഇസ്ലാമിന് യാതൊരു ബന്ധമില്ല. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരാൾ ഈ നിലക്ക് വിശ്വസിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലക്കുള്ള ദേവന്മാരെ അവരെ തൃപ്തിപ്പെടുത്തുന്ന, അവർക്ക് വേണ്ടി അവരുടേതായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വിശ്വാസ സമ്പ്രദായം ഇസ്ലാമിനില്ല. ഏതെങ്കിലും ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ചെയ്യുന്നെങ്കിൽ
അത് ശിർക്കിന്റെ ഭാഗമാണ്, ബഹുദൈവാരാധനയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പല വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട് എതിർപ്പോക്ക് അല്ലെ. ഒരാള് വീടുണ്ടാക്കിയപ്പോൾ പണിക്കാർ പറഞ്ഞു എന്നാണ് അവിടെ തന്നെ ജനൽ വെക്കാൻ പാടില്ല, അവിടെ ജനൽ വെക്കരുത്, കാരണം എന്താ അവിടെ എതിർപ്പോക്കുണ്ട്. അപ്പൊ അവർക്ക് അവിടെ മറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങനെ പോകാൻ പറ്റൂല. അത് തൽക്കാലം പോലും എന്റെ വീട്ടിന്റെ ഉള്ളിൽ കൂടെ പോണ്ട, വേണമെങ്കിൽ അപ്പുറത്തു കൂടെ അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ ജോലിക്കാരിൽ നിന്ന് പിന്തിരിപ്പിച്ച കാര്യം ഒരു സുഹൃത്ത് പറയുകയുണ്ടായി. ആ നിലക്കാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുമായി അവന്റെ വീടിനെ കെട്ടിപ്പൊക്കാൻ പറ്റില്ല. നമ്മൾ ആലോചിച്ചു, യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിത വേഷധാരികൾ, മുസ്ലിം വേഷധാരികളായിട്ടുള്ള പല പണ്ഡിതന്മാരും വന്നുകൊണ്ടിരുന്നു പറയാ, വീടുണ്ടാക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം, ആ മൂലയിൽ ഇത് പറ്റൂല, ഈ മൂലയിൽ ഇത് പറ്റൂല, അങ്ങനെ ചുരുക്കി പറഞ്ഞ പോലെ പറയുന്നൊക്കെ കൂടി നോക്കിയാ എവിടെ പിന്നെ വീടുണ്ടാക്കുക എന്നുള്ള ആലോചനയിലാണ് ആളുകൾ. അത്രമാത്രം നിബന്ധനകളാണ് അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ആളുകൾ ഉണ്ടാക്കുന്നത്. ഈ നിലക്കുള്ള വിശ്വാസം ഒരിക്കലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാടുള്ള കാര്യമല്ല. വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യം, ഒരാൾ വീടുണ്ടാക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഒന്നാമതായി തന്നെ അവന്റെ അയൽവാസികളാരി എന്നുള്ളത് നോക്കണം എന്നുള്ളതാണ്. ഇഖ്തിയാറുൽ ജാരി ഖബലദ്ദാർ, പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ അയൽവാസികളാരി എന്ന് നോക്കണം വീടുണ്ടാക്കുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അർബഇൻ മിനസ് സആദ, ഒരു മനുഷ്യനെ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന 4 കാര്യങ്ങളുണ്ട്. വദുക്കിറ മിൻഹ, അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞു അൽ ജാറു സ്വാലിഹ്, നല്ല അയൽക്കാരൻ. നല്ലവനായ ഒരു അയൽക്കാരനുണ്ടെങ്കിൽ അതവനൊരു സന്തോഷമാണ്, അവനൊരു സംരക്ഷണമാണ്, ഒരു സമാധാനമാണ്. അതേപോലെ തന്നെ വാഖ്ബറ അൻ അർബഇൻ മിനശ് ശഖായി വദക്കറ മിൻഹ, 4 കാര്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ദുഃഖവും പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞു അൽ ജാറുസു, മോശപ്പെട്ട അതേപോലെ തന്നെ ദുസ്വഭാവങ്ങളുള്ള ഒരയൽക്കാരൻ. അതുകൊണ്ട് അയൽവാസികളെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുണ്ട്. വീടെടുക്കുമ്പോൾ ചുറ്റുവട്ടത്തൊക്കെ ആരാ താമസിക്കുന്നത്, എങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വീടുകളെ സംബന്ധിച്ചിടത്തോളം വീടുകൾ അവർ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വീടുകളിൽ അവർ പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു. ഒന്നാമതായി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒക്കെയുള്ള പ്രാർത്ഥനകൾ കൃത്യമായി അവർ പാലിക്കണം. ആ പ്രാർത്ഥനകൾ അവർ കൊണ്ടു നടക്കുന്നില്ല എങ്കിൽ അവരുടെ വീടുകളിൽ പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറ അല്ലാഹ അസ്സ വജല്ല ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി ഖാല അശ്ശൈത്വാൻ ലാ മബീത ലക്കും വലാ അശാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പ്രവേശിക്കുന്നത് എങ്കിൽ, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ ബിസ്മില്ല എന്ന് പറയുന്നുവെങ്കിൽ പിശാച് പറയുന്നതാണ് ലാ മബീത ലക്കും വലാ അശാ, നിങ്ങൾക്ക് ഇന്നിവിടെ താമസവുമില്ല ഭക്ഷണവുമില്ല എന്ന് പിശാച് പറയും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വൈദാ ദഖല ഫലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലിഹി, ആ വീട്ടിലേക്ക് കയറുമ്പോൾ അല്ലാഹനെ സ്മരിച്ചില്ല എങ്കിൽ, ബിസ്മി ഉച്ചരിച്ചില്ല എങ്കിൽ ഖാല ശൈത്താൻ അദ്റക്തും അൽ മബീത്, പിശാച് അവന്റെ കൂട്ടാളികളോട് പറയുന്ന നമുക്കൊന്ന് കടക്കാനുള്ള സ്ഥലമായിട്ടുണ്ട് ട്ടോ, രാത്രി താമസിക്കാനുള്ള സ്ഥലമുണ്ട് ട്ടോ എന്ന് പറയും. വഇല്ലം യദ്കുരില്ലാഹ ഇൻദ തുആമിഹി, ആ വീട്ടിൽ വെച്ചവൻ ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചില്ല, ബിസ്മി ഉച്ചരിച്ചില്ല എങ്കിൽ ഖാല ശൈത്വാൻ അദ്റക്തും അൽ മബീത വൽ അശാ, നമുക്കിന്നിവിടെ കിടക്കാം, ഇന്നിവിടെ താമസമുണ്ട്, ഇന്നിവിടെ ഭക്ഷണവും നമുക്കുണ്ട് എന്ന് പറയുന്ന ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസാണ്. അവിടെ പൈശാചികമായ പ്രേരണകളുണ്ട്. പല ആളുകളും പരാതി പറയുന്നൊരു വിഷയമാണ്, വീട്ടിലൊരു സമാധാനമല്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്, എപ്പോഴും തരതരത്തിലുള്ള ഉപദ്രവങ്ങളാണ്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാത്ത വീടുകളിൽ പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ളത് പ്രവാചകന്റെ ഉപദേശമാണ്. അതേപോലെ തന്നെ വീടുകളിൽ എപ്പോഴും അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കുന്നതാകണം, ദിക്റുണ്ടാകണം, ദിക്റുള്ളയുണ്ടാകണം വീടുകളിൽ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഒരു ഹദീസിൽ നമുക്ക് കാണാം, മസലുൽ ബൈത്തുല്ലദീ യദ്കുറുല്ലാഹ ഫീഹി വൽ ബൈത്തുല്ലദീ ലാ യദ്കുറുല്ലാഹ ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്ന ഭവനങ്ങളും അതേപോലെ തന്നെ അത് ഉച്ചരിക്കാത്ത വീടുകളും തമ്മിലുള്ള ഉദാഹരണം ജീവനുള്ളവനും മരിച്ചവനെയും പോലെയാണ് എന്നുള്ളതാണ്. ഒരു മരിച്ച വീട്ടിൽ പോയ പോലെ ഉണ്ടാവും, സമാധാനങ്ങളില്ലാത്ത, സന്തോഷങ്ങളില്ലാത്ത, ദുഃഖം തളം കെട്ടി നിൽക്കുന്നൊരു വീട്, അത് അള്ളാന്റെ നാമം ഉച്ചരിക്കാത്ത വീടാണെന്നാ
വീടുകളിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കപ്പെടണം. അതല്ല എങ്കിൽ അത് മരിച്ചുപോയ വ്യക്തിയെപ്പോലെ ആ നിലക്കുള്ളൊരു ഉദാഹരണമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പണ്ഡിതന്മാർക്ക് പറഞ്ഞു, ഫലാ ബുദ്ദ മിൻ ജഅലി ബൈത്തി മകാനൻ ലിദ്ദിക്രി. അവിടെ വീട്ടിൽ അള്ളാഹിനെ സ്മരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ ഒരു ഏരിയ പോലും ഉണ്ടാക്കണം എന്നുള്ളതാണ്. പല വീടുകളിൽ ഉണ്ടാവും, നിസ്കരിക്കാൻ വേണ്ടി ഒരു ഏരിയ ഉണ്ടാവും, ഖുർആൻ ഓതാൻ, മക്കൾക്ക് ഖുർആനൊക്കെ പഠിച്ചിരിക്കാൻ, വീട്ടിലുള്ള ആളുകൾക്ക് നിസ്കരിക്കാനൊക്കെ പ്രത്യേകമായി ഏരിയകൾ ഉണ്ടാകുന്നുള്ളതാണ്. അതിനുവേണ്ട പ്രത്യേകം സാഹചര്യങ്ങൾ ഉണ്ടാകണം. സവാഅൻ ദിക്റുൽ ഖൽബ് വദിക്റുൽ ലിസാൻ, നാവുകൊണ്ടും മനസ്സുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇടങ്ങൾ അവിടെ ഉണ്ടാകണം. അതിനുവേണ്ട സംവിധാനങ്ങൾ വീടുകളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നമസ്കാരം നടക്കുന്ന ഇടങ്ങളാകണം വീടുകൾ. നമസ്കാരം ഉണ്ടാവണം, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വജഅലൂ ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ് സ്വലാത്ത വബശ്ശിരിൽ മുഅ്മിനീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫിർഔനുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ഖിബലയാക്കുകയും അവിടെ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യട്ടെ. അവിടെ നമസ്കാരം നടക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഅ്മറു അൻ യത്തഖിദു മസാജിദ, നിങ്ങളുടെ വീടുകൾ തന്നെ നമസ്കരിക്കുന്ന ഇടങ്ങളാക്കി മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ കൽപ്പിക്കുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം, വകാന ഹാദാ വല്ലാഹു അഅലം ലിമസ്തഹദ ബിഹിം അൽ ബലാഅ മിൻ ഖിബ്ലി ഫിർഔൻ. ഫിർഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യം അല്ലാഹു പറഞ്ഞിട്ടുള്ളത് എങ്കിലും വഅമറു ബികസ്റത്തിസ് സലാത്തി കമാ ഖാല തആല, നമസ്കാരം അവിടെ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങൾ ക്ഷമ കൊണ്ടും അതേപോലെ തന്നെ നമസ്കാരങ്ങൾ കൊണ്ടും അല്ലാഹുവിലേക്ക് നിങ്ങൾ പ്രാർത്ഥനകളിലൂടെ സഹായം തേടുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ അവിടുന്ന് പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സ്വല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടായാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറാണ് പതിവ്. എന്തെങ്കിലും വിഷമുണ്ടായ ആ നിസ്കാരം കഴിഞ്ഞാൽ ഒരു സമാധാനവും റാഹത്തും ഉണ്ടാകും. അതാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്, വജഅലൂ ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ് സ്വലാ എന്ന് പറഞ്ഞത്. വീടുകളിൽ നമസ്കാരത്തിനുള്ള ഇടങ്ങളുണ്ടാകണം, നമസ്കരിക്കുവാനുള്ള സാഹചര്യവും സന്ദർഭവും ഉണ്ടാകണം എന്നുള്ളത് പറഞ്ഞത്. അതേപോലെ തന്നെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരുന്ന ഒരു കാര്യം, വകാന സഹാബത്തു റളിയല്ലാഹു അൻഹും യഹ്രിസൂന അല സ്വലാത്തി ഫിൽ ബുയൂതി ഫീ ഗൈരിൽ ഫരീള. നിസ്കരിക്കാൻ വീട്ടിൽ സ്ഥലമുണ്ടാണെന്ന് പറഞ്ഞപ്പോ നഞ്ഞ് പള്ളിക്ക് വരണ്ടല്ലോ, വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. സഹാബത്തിന്റെ പതിവെന്തായിരുന്നു? അവര് സുന്നത്തായ നമസ്കാരങ്ങൾ അഥവാ ഫർളുകളല്ലാത്ത നമസ്കാരങ്ങൾ അവരുടെ വീടുകളിൽ വെച്ചായിരുന്നു അവർ നമസ്കരിച്ചിരുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് കിട്ടി. ഒന്ന്, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ വന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, സുന്നത്തായ നമസ്കാരങ്ങൾ സാഹചര്യമുണ്ട് എങ്കിൽ അവർ നമസ്കരിക്കേണ്ടത് വീടുകളിൽ നിന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണിയായിക്കൊണ്ട് പല പണ്ഡിതന്മാരും എടുത്തു കൊടുത്തിട്ടുണ്ട്, ഞാനൊരു നമസ്കാരക്കാരനാണ് എന്ന് ആളുകൾ അറിയുന്നത് ജമാഅത്ത് നമസ്കാരങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ജമാഅത്ത് നിസ്കാരം കൂടി ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നവനാണ് എന്ന് ആളുകൾ അറിയുകയേയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗോപ്യമായി വെക്കേണ്ടത്, പരസ്യമാക്കാതെ ചെയ്യാൻ, അതേപോലെ തന്നെ ഖുശൂഓടുകൂടി കൂടുതൽ സമയവും ദൈർഘ്യവും ഒക്കെ എടുത്തുകൊണ്ട് നമസ്കരിക്കാനുള്ള ഇടങ്ങൾ അത് കൃത്യമായി തന്നെ വീടുകളിൽ ഉണ്ടാക്കണം എന്നുള്ളത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അത് വലിയ നിലക്കുള്ള ബർക്കത്തുകൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. നമ്മുടെ വീടുകളിൽ നമസ്കാരം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും പൈശാചികമായ പ്രേരണകൾക്ക് അവിടെ സ്ഥാനമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വീടുകളിൽ വെച്ച് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖബർസ്ഥാനുകളാക്കരുത്, ഖബറിടങ്ങളാക്കരുത്. എന്താ കാരണം? ഇന്ന ശയാതീൻ യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകുന്നുള്ളതാണ്. അപ്പോൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്നുള്ളത്, വീടുകളിൽ പാരായണം ചെയ്യുക എന്നുള്ളത് പ്രത്യേകമായൊരു സുന്നത്താണ്. പൈശാചികമായ പ്രേരണകളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അവിടെയും ഹദീസിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി.
വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യണം, ഖബർസ്ഥാനിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുകയില്ല എന്നും മനസ്സിലായി. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, ഖബറിടങ്ങളാക്കരുത് നിങ്ങളുടെ വീടുകൾ. കാരണം എന്താ, അവിടെ ഖുർആൻ ഓതിയാൽ, വീട്ടിൽ ഖുർആൻ ഓതിയാൽ അത് ഖബർസ്ഥാനല്ലാതാകും അല്ലേ. അപ്പം ഖബറിടങ്ങളിൽ ഓതേണ്ടതല്ല ഖുർആൻ എന്ന ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമായി. വീട്ടിലാണ് ഖുർആൻ ഓതേണ്ടത്. വീടുകളിൽ ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാകണം. എന്നർത്ഥം പള്ളിയിൽ ഓതാൻ പാടില്ല എന്നുള്ളതല്ല, വീടുകളിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യണം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫീ ബുയൂതികും ഫഇന്ന അശ്ശൈത്വാന ലാ യദ്ഖുലു ബൈതൻ യുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. വീടുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണെങ്കിൽ അവിടെ പിശാചിന് പ്രവേശനം ഉണ്ടാവില്ല. ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫീ ബുയൂതികും, നിങ്ങൾ സൂറത്തുൽ ബഖറ നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യുക. അല്ലെ, നമ്മളൊക്കെ ഖുർആൻ പാരായണങ്ങൾ വീടുകളിൽ വെച്ച് വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത കൂടുതലായി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണിത്. പഴയ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ പറയുമായിരുന്നു, ഞങ്ങളൊക്കെ മഗ്രിബ് നമസ്കാര ശേഷം വീടുകളിൽ വെച്ച് ഖുർആൻ ഓതിയില്ല എങ്കിൽ അന്നവിടെ ഭക്ഷണം പോലും നമുക്ക് കിട്ടൂല എന്നാണ്. അത്രയും സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ പോയിരുന്ന വീടുകൾ, അതിന്റേതായ ഗുണങ്ങൾ ആ വീട്ടിലും വീട്ടുകാർക്കുണ്ടായിരുന്നു. ഇന്ന് പരാതികളും പ്രശ്നങ്ങളും തീർത്തിട്ട് ആളുകൾക്ക് സമയമില്ല, പലതരത്തിലുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും വരിക വീടുകളിൽ നിന്ന് ഖുർആൻ അകന്നതാണ് കാരണമെന്നുള്ളത് പ്രത്യേകമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു, മതം പഠിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് വീടുകൾ എന്നുള്ളതാണ്. അതിനിപ്പോ നമ്മൾ മദ്രസയിൽ പോകണ്ടല്ലോ, അതിന് നമ്മൾ പള്ളിയിൽ പോകണ്ടല്ലോ, ഖുർആൻ ക്ലാസ്സിന് പോകണ്ടല്ലോ എന്ന് മാത്രമല്ല, വീടുകളിൽ അത് നടക്കണം. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫരീളത്തുൻ ശർഇയ്യ, അതൊരു മതപരമായ നിയമമാണ്, മതപരമായ നിർബന്ധമാണ്. ലാ ബുദ്ദ അൻ യുഖൂമ ബിഹാ റബ്ബുൽ ഉസ്റ, നിർബന്ധമായും ആ വീടിന്റെ ഉടമസ്ഥനാരാണോ, ആ വീടിന്റെ നാഥനാരാണോ അയാളത് നടത്തിയിരിക്കണം. ഇൻഫാദൽ അംരില്ലാഹി തആല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അതയാൾ നടത്തിയിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയാം, എന്താ തെളിവ്? നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കണമെന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബനാഥന്റെ മേൽ നിർബന്ധമാണ് അവരുടെ വീടുകളിൽ വെച്ച് മക്കൾക്ക് ദീനീ ബോധം നൽകുക എന്നുള്ളത്. അതിനല്ലേ ഇപ്പൊ ഞാൻ മദ്രസയിൽ ചേർത്തിരിക്കുന്നത്, അതിനല്ലേ ഞാൻ ഓനെ പള്ളിയിൽ വിടുന്നത് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. നമ്മുടെ വീടുകളിൽ നിന്ന് അവർക്ക് മതം കിട്ടണം. അത് പറഞ്ഞുകൊടുക്കുക എന്നതിനപ്പുറം വീടുകളിൽ മതം പ്രാവർത്തികമാക്കുന്നത് മക്കൾ കാണേണ്ടതുണ്ട്. പല ആളുകളും വഴിവിട്ട ജീവിതങ്ങളിലേക്ക്, അതേപോലെ തന്നെ മതനിരാസങ്ങളിലേക്ക്, നിരീശ്വരവാദങ്ങളിലേക്ക് കടന്നു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? വീടുകളിൽ വെച്ചത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. വീടുകളിൽ വെച്ചത് കിട്ടുന്നില്ല, അവരത് കാണുന്നില്ല. മാതാപിതാക്കൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, ആ നിലക്കുള്ള കാര്യങ്ങളൊന്നും അവർ കേൾക്കുന്നില്ല. അതൊക്കെ കണ്ടു വളർന്ന ഈ ആളുകളെ സംബന്ധിച്ച് അവർ ചെയ്യും. ഒരു വയസ്സായ ഒരു കുട്ടി പോലും ചിലപ്പോ നിസ്കരിക്കുന്നുണ്ടാവും. എവിടെയും ചെന്നാല് ഒരു മുസല്ലൊക്കെ കണ്ട അവിടെ കയറി നിസ്കരിക്കുന്നത് കാണാൻ പറ്റും. ഒരു വയസ്സുള്ള കാരണം വീട്ടിൽ നിന്ന് അത് കണ്ടിട്ടുണ്ട്, അത് ശീലണ്ട്. ഇന്ന് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഇമാം ഖതാദ റഹിമഹുല്ല ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യഅ്മുറുഹും ബിത്വാഅത്തില്ലാ വയൻഹാഹും അനി മഅസിയത്തില്ലാ. അല്ലാഹുവിനെ അനുസരിക്കുന്നത് അവർക്ക് കൽപ്പിച്ചു കൊടുക്കണം, അതേപോലെ തന്നെ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളെ അവർക്ക് എതിർത്തു കൊടുക്കണം. അൻ യഖൂമ അലൈഹിം ബിഅംരില്ലാഹി യഅ്മുറുഹും ബിഹി വയുസായിദുഹും അലൈഹി. അവരുടെ വീടുകളിൽ വെച്ച് അള്ളാന്റെ കൽപ്പനകളും നിരോധങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതിനവർക്ക് സഹായം നൽകുകയും ചെയ്യണം. വീടുകളിൽ വെച്ച് കുട്ടികൾക്ക് സപ്പോർട്ട് കിട്ടണം. അള്ളാഹിനെ അനുസരിക്കാനും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമൊക്കെ അവർക്ക് പ്രചോദനമാകണം. ഫഅലൈനാ തഅലീമു ഔലാദിനാ വഅഹ്ലീന അദ്ദീന വൽ ഖൈർ. നമ്മുടെ മേൽ നിർബന്ധമാണ്, ഓരോ മാതാപിതാക്കളുടെയും മേൽ നിർബന്ധമാണ് മക്കളെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത്, നന്മ പഠിപ്പിക്കുക എന്നുള്ളത്. അത് വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടണം. വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടണം. അപ്പോൾ അതിന്റെ ഗൗരവം ഉണ്ടാവുള്ളൂ. പല മക്കളും ഇന്ന് പ്രേമത്തിന്റെയും അതേപോലെ തന്നെയുള്ള ആധുനികതയിലേക്ക് പിന്നാലെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം കൃത്യമായ ദിശാബോധം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള അപകടകരമായ കാര്യങ്ങളിലൂടെ പെട്ടുപോവുകയും ജീവിതം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. പല ആളുകളും മാതാപിതാക്കളും കൗൺസിലിങ്ങിന് വേണ്ടിയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ അത്തരത്തിലുള്ള ആളുകളോട് പറയുന്നതാണ്, മക്കളുടെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യരാണ്, സ്വാഭാവികമാണ്. പക്ഷേ അത് തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം.
പശ്ചാത്താപത്തെക്കുറിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് തൗബ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്, തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന കൃത്യമായ ബോധം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനേറ്റവും പര്യാപ്തമായ ഇടങ്ങൾ വീടുകളാണ്. പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്നതെന്നറിയോ, ഉസ്താദ് നിങ്ങളൊന്നും അവനെ ഉപദേശിക്കി, നിങ്ങളൊന്നും അവനോട് സംസാരിക്കി, നിങ്ങളൊന്നും അവനോട് കാര്യങ്ങൾ പറയി. എന്നാൽ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ, മഹത്തുക്കളുടെ, പ്രവാചകന്മാരുടെ ഒക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവരവരുടെ മക്കളെ ഉപദേശിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപദേശം, അതേപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ സ്വന്തം മക്കൾ അവരാണ് ഉപദേശിക്കുന്നത്. മോനെ എന്ന് വിളിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ഉപദേശിക്കാനും ശകാരിക്കാനും ഒരു പിതാവിനുള്ള അധികാരത്തെപ്പോലെ, ആ ബന്ധത്തെപ്പോലെ മറ്റൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് അവരുടെ വീടുകളിൽ വെച്ച് അവർക്ക് കൃത്യമായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകൾ മാറണം. അതിന് നമ്മൾ മാതൃകകളാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളിങ്ങനെ ഓലോടത് പറയണമെങ്കിൽ അതിനുള്ളൊരു അധികാരം നമുക്ക് വേണമല്ലോ. ഏതെങ്കിലും ഒരു മകൻ ആദ്യം നിങ്ങൾ നന്നായി എന്നിട്ട് ഇന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനുള്ള വകുപ്പുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മാറണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകകളാകണം, മാതൃകാപരമായ ഭവനങ്ങളാകണം, സമാധാനത്തിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ വീടുകൾ മാറാൻ നമുക്ക് ആ നിലക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. വീടിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് വീടുകൾ ഒരു മനുഷ്യന്റെ സ്വകാര്യതയാണ് എന്നുള്ളതാണ്. ആ സ്വകാര്യത ഒരിക്കലും തകർക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനോടുമായി ഉപദേശിക്കുന്ന കാര്യം, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വ തുസല്ലിമു അലാ അഹ്ലിഹാ. നിങ്ങൾ ഒരാളും തന്നെ മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലാൻ പാടില്ല. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ ഹദീസുകളുടെ വെളിച്ചത്തിൽ, നിങ്ങളുടെ സ്വന്തം വീടുകളാണെങ്കിൽ പോലും അവിടേക്ക് ഇടിച്ചങ്ങോട്ട് കയറി ചെല്ലുക എന്നുള്ളതല്ല. അവിടെ ഒന്ന് സലാം പറഞ്ഞ് വാതിലൊക്കെ മുട്ടി ആ നിലയ്ക്ക് ചെല്ലണം എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളുടെ കണ്ണുകൾ കാണാൻ ഇഷ്ടപ്പെടാത്ത കാഴ്ചകളോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കാൻ ആ നിലയ്ക്ക് ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വളരെ ഒരു വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുതായിട്ടൊന്ന് വായിച്ചപ്പോൾ ചില പണ്ഡിതന്മാരുടെ ലേഖനങ്ങളും മറ്റൊക്കെ വായിച്ചു. അത്ഭുതകരമായ എത്രമാത്രം ഉപദേശ നിർദ്ദേശങ്ങളാണെന്നറിയോ ഈ വിഷയത്തിൽ ഇസ്ലാം നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ചെറിയ ഖുതുബയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതിന്റെ ഏറ്റവും ഹ്രസ്വമായ രൂപം അതിൽ നിന്ന് എടുത്തതാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് ഉപദേശങ്ങൾ വീടുമായി ബന്ധപ്പെട്ടുണ്ട്. ഇസ്ലാം കൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രൊട്ടക്ഷൻ, ഒരു മനുഷ്യന്റെ സ്വകാര്യതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് ഒരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ അനുവാദമില്ലാതെ കയറി ചെല്ലാൻ പാടില്ല. അവിടെ സലാം പറയണം. അനുവാദം ലഭിച്ചാൽ മാത്രമേ നിങ്ങൾ കയറാൻ പറ്റുള്ളൂ. അനുവാദം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണമെന്നാ. ജനൽ കൂടെ നോക്കിയൊക്കെ ആരെങ്കിലും ഉണ്ടോ, അല്ല അവിടെ ഫാന് കറങ്ങുന്നുണ്ടല്ലോ, ലൈറ്റ് അവിടെ ഉണ്ടല്ലോ, എന്നാ ആരുണ്ടാവും, എന്നൊന്ന് ബാക്ക് കൂടെ ചെന്ന് നോക്കുക, ആ ജനൽ കൂടെ ഒന്ന് നോക്കുക. പരിശുദ്ധ ഇസ്ലാം വളരെ മ്ലേച്ഛമായ സ്വഭാവമായിട്ടാണ് പഠിപ്പിച്ചത്. അത്തരത്തിലുള്ള പ്രവണത ഉണ്ടാകുമ്പോൾ ഒരാളുടെ സ്വകാര്യതയാണത്. അവിടെ ആളുണ്ട്, ഓനിപ്പോൾ നിങ്ങളവിടെ കയറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവനിപ്പോൾ നിങ്ങളവിടെ വരുന്നത് താല്പര്യമില്ല എങ്കിൽ അവനതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അവിടെ 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും ആള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോകണം എന്നുള്ള. ചിലപ്പോൾ ഒരാള് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങായിരിക്കും, അയാൾക്കപ്പോൾ എണീക്കാൻ കഴിയലുണ്ടാവില്ല. അവിടെ ഇങ്ങനെ വന്നിട്ട് ബെല്ലുമലൊക്കെ കടിച്ച് തൂങ്ങാന്ന് പറയുന്ന പോലെ ബെല്ലുമലൊക്കെ ഇങ്ങനെ അടിച്ചിട്ടെന്ന് പറഞ്ഞ് അടിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, എങ്ങനെയാലും ഞാൻ അവനെ പുറത്ത് ചാടിക്കും എന്നുള്ള നിലക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരാളുടെ പ്രൈവസിയാണെന്നുള്ളതാണ്. വീടുകളിൽ രഹസ്യങ്ങൾ ഉണ്ടാകും, ആ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കാൻ പാടില്ല. ചിലപ്പോൾ വീട് ചെല്ലുമ്പോൾ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, മക്കൾ തമ്മിലൊക്കെ സംസാരങ്ങൾ ഉണ്ടാവും. അത് ഒളിഞ്ഞു കേൾക്കാനും അവിടെ നിന്നിട്ട് എന്നാ പോലെ എന്താ പറയണമെന്നറിയാ എന്ന് വിചാരിച്ച് നിൽക്കാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവരുടെ വീടുകളിൽ വെച്ച് അവരുടെ സംസാരങ്ങളിലേക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി നിങ്ങളെ വിളിച്ചാൽ അത് കഴിച്ച് പെട്ടെന്ന് അവിടുന്ന് പോകാൻ നോക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണത്.
അതിനുവേണ്ടി സംസാരിച്ചിരുന്ന് കുറേ നേരം അവിടെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എത്രയെത്ര ഉപദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്നുള്ളതിനെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഹിഫ്ളു അസ്റാറിൽ ബുയൂത്ത്, വീട്ടുകളിലുള്ള ചില രഹസ്യങ്ങളുണ്ടാവും, അതൊരിക്കലും പരസ്യമാകാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾക്കിടയിൽ, അതേപോലെ തന്നെ മാതാപിതാക്കൾക്കിടയിൽ, അവർക്കിടയിലൊക്കെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും അത് പരസ്യമാകാൻ പാടില്ല, പുറത്തറിയാൻ പാടില്ല. അറിയിക്കേണ്ട ആളുകൾ ആ നിലക്ക് അറിയിക്കുക എന്നുള്ളതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഇന്ന മിൻ അശർരിന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ അർറജുലു യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി സുമ്മ യൻശുറു സിർറഹാ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അവര് ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും കുടുംബജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് അതിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്റെ സ്വഭാവം എന്നാണ്. ശർറുന്നാസ് അശർറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് വീട്ടിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പോയി പറയുക എന്നുള്ളതാണ്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചില താരതമ്യങ്ങളൊക്കെ അല്ലെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട്, എന്നാൽ എന്താ എന്റെ വീട്ടിലൊക്കെ അങ്ങനെ, അവിടൊക്കെ അങ്ങനെ, ഓളങ്ങനെയാണ് അല്ലെ എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ പറയാം. അതൊക്കെ വലിയൊരു അഭിമാനമായി, വലിയൊരു നേട്ടമായിട്ടൊക്കെ ഇകയറ്റി സംസാരിക്കുക ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണെന്നത്. വീടുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവിടെ ചില പ്രൈവസികൾ, ചില പ്രൊട്ടക്ഷനുകൾ, ചില തരത്തിലുള്ള അവരുടേതായിട്ടുള്ള ചില സ്വകാര്യതകളുണ്ട്. ആ സ്വകാര്യതകൾ അവിടെ തന്നെ നിൽക്കണം, ഒരിക്കലും അതിര് കടന്നു പോകുന്നതാകരുതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം പണ്ഡിതന്മാർ പറഞ്ഞത് ഹറാമിന്റെ ഇടങ്ങളായി വീടുകൾ മാറരുത്, ഹറാമിന്റെ ഇടങ്ങളായി മാറരുത്. പണ്ഡിതന്മാർ പറഞ്ഞെന്തറിയോ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തന്നെ എതിരാകാൻ അത് മതി എന്നുള്ളതാണ്. ഒരാളുകളൊക്കെ വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഹോം തിയേറ്റർ അല്ലെ, അതേപോലെ തന്നെ പ്രത്യേകമായ മ്യൂസിക് സിസ്റ്റങ്ങൾ അതൊക്കെ വീട്ടിൽ സ്ഥാപിക്കുകയാണ്. ഖുർആൻ ഓതേണ്ട, ദിക്റുകൾ നടക്കേണ്ട, അള്ളാഹുവിന്റെ മതം പഠിക്കേണ്ട ഭവനങ്ങളിൽ തന്നെ എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പുറത്തൊരു വീട്ടിലേക്ക് കുടിയിരിക്കലിന് പോയപ്പോൾ അവിടെ 34 ഇഞ്ചിന്റെ ടിവിയാണ്. അപ്പൊ എനിക്കൊരു 65 വേണം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. അവിടെ കാറ്റുമ്പലതില്. എന്നിട്ട് അതിലെന്താ വരുന്നത്? സകലമാന തോന്നിവാസങ്ങളും അവരുടെ സ്വീകരണ മുറികളിൽ, അവരുടെ അടുക്കളകളിൽ, അവരുടെ ഡൈനിങ് ഹാളുകളിലേക്ക് മ്യൂസിക്കിന്റെ, സിനിമയുടെ, സീരിയലിന്റെ സകലമാന തോന്നിവാസങ്ങൾ അവിടെ എത്താണ്. കുട്ടികൾക്കൊക്കെ മൊബൈലും കൊടുത്ത് ഒരു വൈഫൈയും ഫിറ്റ് ചെയ്ത് രക്ഷിതാക്കളൊക്കെ നല്ല സുഖത്തിലാണ്. ഓനിപ്പോ പഴയ പോലെ കച്ചറൊന്നുമില്ല, ഓനെ കൊണ്ട് വലിയ അലമ്പൊന്നുമില്ല, ഓനെങ്ങനെ ഡീസന്റ് ആയിട്ട് ഇരുന്നോളും അല്ലെ. ഇറങ്ങണ സിനിമ കണ്ട് നടക്കണേ. എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ നമ്മളാണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് അവരമ്മളിങ്ങനെ കുറ്റം പറയാ, ഓൻ പഠിക്കണില്ല, ഓനെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കണില്ല, ഓന്റെ മുടി കണ്ടില്ലേ, ഓന്റെ പാന്റ് കണ്ടില്ലേ, എന്താപ്പ ഞാൻ ചെയ്യുക ഓനെ കൊണ്ട്? ആരാ ഉത്തരവാദി? ആരാണതിന് ഉത്തരവാദി? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയാ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോരുത്തരും, നിങ്ങളിൽ ഓരോരുത്തരും അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തത്തെപ്പറ്റി നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളെ മക്കളിങ്ങനെ എങ്ങനെ വളർത്തിയത് എന്നുള്ളത് നാളെ പടച്ചോൻ ചോദിക്കുന്ന. ഒരു കാരണവശാലും നമുക്ക് അതിന് ഒരു ഗൃഹനാഥൻ എന്ന നിലക്ക്, ഒരു വീടിന്റെ ഉടമസ്ഥൻ എന്ന നിലക്ക് മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ വീടുകൾ ശാന്തിയുടെ, സമാധാനത്തിന്റെ ഇടങ്ങളാകണം, വിശ്വാസത്തിന്റെ ഇടങ്ങളാകണം. നാം എല്ലാവരും ആഗ്രഹിക്കേണ്ടത് അള്ളാഹു ക്ഷണിക്കുന്ന സമാധാനത്തിന്റെ കേന്ദ്രമാകണം. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. അതവന്റെ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് എത്തുന്ന നല്ലൊരു ഭവനമായി, മാതൃകാ വീടായി നമ്മുടെ വീട് മാറണം, നമ്മുടെ കുടുംബം മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സമാധാനവും ശാന്തിയും നൽകുന്ന ഭവനങ്ങൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വീടെന്ന സ്വപ്നവുമായി നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ സമ്പാദ്യത്തിലൂടെ ഹറാമുകൾ കടന്നു വരാത്ത നല്ലൊരു ഭവനം എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ സന്താനങ്ങളെ, ഞങ്ങളുടെ ഇണകളെ നീ ഞങ്ങൾക്ക് നന്നാക്കി തരണമേ. അവരിലൂടെ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകണമേ. എല്ലാ തരത്തിലുമുള്ള ഫിത്നകളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നിന്ന് കാത്തുരക്ഷിക്കുമാറാകണമേ. കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വിള്ളലുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ രോഗികളായി കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള സത്യവിശ്വാസികളുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളിൽ നിന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ
സമയങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും വ്യത്യസ്തമായ പ്രകൃതി ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ രക്ഷയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ഹദാ വസല്ലു വസല്ലിമു റഹിമകുമുല്ലാഹ് അലാ മൻ അമറകും ബിസ്സലാത്തി വസ്സലാമി അലൈഹി വഖാല ജല്ല മിൻ ഖായിലിൻ അലീമാ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വസിദ് വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വറല്ലല്ലാഹുമ്മ അൽ ഖുലഫാ അൽ അഇമ്മത്തുൽ ഹുനഫാ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി الصحابة رضوان الله عليهم أجمعين وأنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. واذكروا الله العليم الجليل يذكركم واشكروه على نعمه يزدكم ولذكر الله أكبر والله خبير بما